എന്തായാലും എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞാനൊക്കെ ചിലപ്പോൾ 4 തവണ തോറ്റ നിർത്തിപ്പോയല്ലേ, പക്ഷെങ്കിൽ ഇവന് 5ാമത്തെ തവണ അല്ലേ. യെസ്, ഞാൻ PM എഴുതിയിരിക്കുന്നത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈംസ് ഞാൻ എഴുതിയത്. ഫസ്റ്റത്തെ 2 പ്രാവശ്യം 48 ഫെയിലായി, ബാക്കിയുള്ള ടൈം അതിനേക്കാളും ലോവർ സ്കോർ ആയിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് 4 ടൈംസ് ഞാൻ പഠിച്ചത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. എന്നിട്ടാണ് ഞാൻ മുഹമ്മദ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം മുഹമ്മദ് സാറിൻ്റെ ഗൈഡൻസ് കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഓൾറെഡി PM എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് പേപ്പർ. 48 തോറ്റ ഒരാളെന്ന് പറയുന്നത് ACC എഴുതുന്ന എല്ലാവർക്കും അറിയാം, അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിരിക്കും. ബട്ട് എന്തോ ഒരു പ്രശ്നം കാരണം നമ്മളിങ്ങനെ ഡിലേ പോകുന്നതാണ്. അപ്പോൾ ഇവന് P-level കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു പാറ്റേണിൽ തന്നെ ഇരുന്ന്, എനിക്കൊന്ന് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല അല്ലേ, എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ലീവൊക്കെ എടുക്കും. അപ്പം അങ്ങനെ ഒരു ലീവൊന്നും എടുക്കാതെ എത്രയാണ് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എഫേർട്ട് ഇടുന്നത് അതേപോലെ പഠിച്ചിട്ട് തന്നെയാണ് അവൻ പാസ്സായത്. എന്തായാലും എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞാനൊക്കെ ചിലപ്പോൾ 4 തവണ തോറ്റ നിർത്തിപ്പോയല്ലേ, പക്ഷെങ്കിൽ ഇവന് 5ാമത്തെ തവണ അല്ലേ. യെസ്.